ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയോടുകൂടി എല്ലാവർക്കും സുഖം അനുഭവിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം കഴിഞ്ഞ ദശകം 73 വായിച്ച് ഇനി നമുക്ക് 74. 73 മധുരാപുരി യാത്രയായിരുന്നു. ഇപ്പം ഭഗവാൻ മധുരാപുരിയിൽ എത്തിക്കഴിഞ്ഞ് അവിടെ പ്രവേശനമായി ചെന്ന് കഴിയുന്നു. അതിനെപ്പറ്റി അവിടെ യാത്രയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവസാനം വായിച്ചത് എന്തായിരുന്നു? അക്രൂരൻ നദിയിലിറങ്ങി രാവിലെ സ്നാനമൊക്കെ ചെയ്തിട്ട് നിത്യകർമ്മങ്ങളെല്ലാം കഴിക്കാനായിട്ട് സ്നാനം ചെയ്യാൻ നദിയിലിറങ്ങിയപ്പോൾ ഭഗവാനെ വെള്ളത്തിൽ കണ്ടു. വീണ്ടും കരയ്ക്ക് കയറി നോക്കി ഭഗവാൻ വണ്ടിയിലുണ്ടോയെന്ന്. അപ്പോൾ വണ്ടിയിലുണ്ട്, രഥത്തിൽ ഇരിപ്പുണ്ട്. വീണ്ടും ഇറങ്ങി മുങ്ങിയപ്പോൾ എന്താ? അനന്തശയനായിട്ട്, അതായത് അനന്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മെത്ത. അനന്തൻ്റെ മെത്തയിലാണ്, കാരണം പാമ്പാണ് മെത്തയായി കിടക്കുന്നത്. അതുകൊണ്ട് അനന്തശയനം. അങ്ങനെ അനന്തനിൽ ശയിക്കുന്നു, കിടക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും വെള്ളത്തിൽ ഭഗവാനെ കണ്ടു. അത്രമാത്രം കോരിത്തരിച്ച് നിർവൃതിയോടെയാണ് കയറി ഭഗവാന്റെ അടുക്കലേക്ക് രഥത്തിലേക്ക് വന്നപ്പോൾ, എന്താ വെള്ളത്തിന് വലിയ തണുപ്പല്ലേ എന്നൊക്കെ ചോദിച്ച് ഭഗവാൻ അറിയാം അതൊരു പ്രത്യേക അനുഭൂതിയാണെന്ന്. നമ്മളതാണ് വായിച്ച് നിർത്തിയത്. അങ്ങനെ അവർ യാത്രയായി ഇപ്പം മധുരാപുരിയിലേക്ക് പ്രവേശമായി. അത് ദശകം 74 ശ്ലോകം 1 വായിക്കാം. ശ്ലോകം 1, ദശകം 74 മധുരാപുരി പ്രവേശം. സംപ്രാപ്തോ മധുരാം ദിനാർത്ഥവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഹിജനര്യാദപുരീം ഈഷിതും പ്രാപോ രാജപഥം ചിരശ്രുതി ധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യൽ അഗണ്യ പുണ്യ നികളർ ആകൃഷ്യമാണോ നുകിം സംപ്രാപ്തോ മധുരാം ദിനാർത്ഥവിഗമേ തത്രാന്തരസ്മിൻ വസൻ ആരാമേ വിഹിതാശന സഹിജനര്യാദപുരീമീഷിതും പ്രാപോ രാജപഥം ചിരശ്രുതി ധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യൽ അഗണ്യ പുണ്യ നികളർ ആകൃഷ്യമാണോ നുകിം. ഭഗവാനും അക്രൂരനും രഥത്തിൽ മധുരാപുരിയിലെത്തി ഉച്ച തിരിഞ്ഞ സമയത്ത്. അപ്പോൾ വെളുപ്പിനേ അല്പനേരം വെളുക്കുന്നതിന് മുന്നേ യാത്ര തുടങ്ങിയതാണ്. പക്ഷേ ഉച്ച തിരിഞ്ഞ സമയത്ത് മധുരാപുരിയിൽ എത്തിയിട്ട് അവിടെ ഒരതിർത്തിയുണ്ട്. അവിടെ അതിർത്തിയിലുള്ള ഒരു ഉദ്യാനത്തിൽ വിശ്രമിച്ചു. അത് ആഹാരമൊക്കെ കഴിച്ച് ഭഗവാനും കൂട്ടുകാരോടുകൂടി അവിടെ പോയി പട്ടണം കാണാൻ പുറപ്പെട്ടു. അപ്പോൾ വളരെ കാലമായി ഭഗവാൻ ഇങ്ങനെ വൃന്ദാവനത്തിലൊക്കെ ഉണ്ട്. അക്രൂരൻ എത്രമാത്രം കാത്തിരുന്നതാ ഭഗവാൻ എന്ന് കാണാൻ, കൃഷ്ണനെ. കാരണം കംസൻ്റെ ശേഷാരൻ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് അവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ എന്ന് കാണാൻ വേണ്ടി അക്രൂരൻ കൊതിച്ചിരുന്നു. പക്ഷേ ഈ കംസനെ ഭയന്നിട്ട് പോകാതിരുന്നു. ഇപ്പം കംസൻ പറഞ്ഞു വിട്ടതാണ് അവരെയൊക്കെ ക്ഷണിക്കണം, ധനുർയാഗം നടക്കുന്നതെന്ന്. ആ ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ. അപ്പോൾ സന്തോഷപൂർവ്വം അക്രൂരൻ ഭഗവാനെ വന്ന് കണ്ടു. എന്തുമാത്രം ആനന്ദത്തിൽ ആറാടി, അത്ര സന്തോഷമായിട്ട് അവർ യാത്ര. അപ്പോൾ അതുപോലെ അവിടെയുള്ള ജനങ്ങൾ കൃഷ്ണനെ കാണാൻ ഇങ്ങനെ കൊതിച്ച് വളരെ കാലമായി ഭഗവാനെ ദർശിക്കാൻ വേണ്ടി അവിടെ ജനങ്ങളിങ്ങനെ കാത്തിരുന്നു. ഭഗവാനെ ഇങ്ങനെ ഉണ്ട്, അത് കേട്ടറിഞ്ഞ്, കൃഷ്ണനെ ഇങ്ങനെ കേട്ടറിഞ്ഞ് ഒന്ന് കാണാൻ കൊതിയുണ്ടെങ്കിലും കാണാനാകാതെ ഔത്സുക്യത്തോടെ കാണാൻ കാത്തിരിക്കുന്ന സ്ത്രീപുരുഷന്മാരുടെ അഗണ്യ പുണ്യ ചങ്ങലയാൽ. അപ്പോൾ അത്രമാത്രം ആവേശത്തോടിരിക്കുക, അയ്യോ ഭഗവാൻ എന്ന് കാണണം, എല്ലാവരും ഒന്നുപോലെ ഇരിക്കുന്ന ചങ്ങല. അപ്പോൾ അഗണ്യ പുണ്യ ചങ്ങല. അപ്പോൾ എല്ലാവരും ചങ്ങല പോലെ കോർത്ത് ഈ ഒരു ഇഷ്ടം, ഭഗവാനുള്ള ആ സ്നേഹം, അതാണ് ആ പുണ്യം. ഭഗവാൻ എന്ന് കാണുന്നത് പുണ്യം. അതൊരു ചങ്ങല പോലെ എല്ലാവരിലും ഇങ്ങനെ ബന്ധിച്ച് ചങ്ങല പോലെ ഇട്ടേക്കുക. എല്ലാവരും കാണാനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ പുണ്യ ചങ്ങലയാൽ കെട്ടി വലിക്കുന്നവനെ പോലെ. അപ്പോൾ ഭഗവാൻ അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവർക്കും ഇങ്ങനെ താല്പര്യം കണ്ടപ്പോൾ ഭഗവാനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ രഥം അങ്ങനെ നേരെ നടന്ന് രാജവീതിയിലെത്തി.
അത് അവിടെ ഇതാണല്ലോ, രാജധാനിയിലാണല്ലോ ചെല്ലുന്നത്. കംസൻ രാജാവാണല്ലോ. അപ്പോൾ ആ അതിർത്തിയിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ട് എല്ലാവരും കാണാൻ കൊതിച്ചിരുന്ന സമയത്ത് ഭഗവാൻ തന്നെ നീങ്ങി 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 ഓരോ ആൾക്കാരെ ഇങ്ങനെ കണ്ട് സന്തോഷമായിട്ട് നീങ്ങി നീങ്ങി എവിടെ എത്തി? രാജവീഥിയിലെത്തി. അത് വീഥി വഴി യഥാർത്ഥ സ്ഥാനത്ത് എത്തി. രാജവീഥി എന്ന് വെച്ചാൽ ആ രാജധാനിയുടെ യഥാർത്ഥ സ്ഥലത്തെത്തി. വീഥി വഴി. നമുക്ക് 2-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 2. തുൽപാദദ്യുതിവൽ സരാഗസുഭഗാസ്ത്വന്മൂർത്തിവൽ യോഷിത സംപ്രാപ്ത വിലസൽ പയോധരരുചോ ലോലാഭവൽ ദൃഷ്ടിവൽ ഹാരിണ്യസ്ത്വത് ഉരസ്ഥലീവ ഐതേ മന്ദസ്മിത പ്രൗഢിവൽ നൈർമല്യോ ഉല്ലസിത കചൗഖരുചിവൽ രാജൽ കലാപാശ്രിത തുൽപാദദ്യുതിവൽ സരാഗസുഭഗാസ്ത്വന്മൂർത്തിവൽ യോഷീത സംപ്രാപ്ത വിലസൽ പയോധരരുചോ ലോലാഭവത് ദൃഷ്ടിവൽ. തെളിയുന്നില്ല. ഹാരിണ്യസ്ത്വതുരസ്ഥലീവ ഐതേ മന്ദസ്മിത പ്രൗഢിവൽ നർമല്യോ ഉല്ലസിത കചൗഖരുചിവൽ രാജൽ കലാപാശ്രിത. ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞ ഭഗവാനെ, ഗുരുവായൂരപ്പ, ഭഗവാന്റെ പാദധാരണ പോലെ, പദധാരണ വെച്ചാൽ ഭഗവാനെ പോലെ ഭംഗിയുള്ള ശോഭിക്കുന്ന സരാഗമാരും അവിടുത്തെ തിരുമേനി പോലെ ലസിക്കുന്ന പയോധര കാന്തി കലർന്നവരും അങ്ങയുടെ ഭഗവാന്റെ തൃക്കണ്ണുകൾ പോലെ ലോലകളും എന്നുവെച്ചാൽ കരുണ അപ്പോൾ ഭഗവാന് ചേരുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അതവിടെ പറയാം. ഭഗവാൻ എങ്ങനെയാ, അപ്പോൾ അതുകൊണ്ടാണല്ലേ ഭഗവാനെ കാണാൻ ഇത്ര ആർത്തി. അല്ലാത്തവർക്ക് തോന്നൂലല്ലോ. അതുകൊണ്ട് എല്ലാം ഭഗവാനെ പോലെയാണെന്ന, ഭഗവാന്റെ തൃക്കണ്ണുകൾ പോലെ ലോലകളും കടാക്ഷം ചൊരിയുന്ന അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും, പിന്നെ ഭഗവാന്റെ തിരുമാറിടം പോലെ ഹാരിണികളും, നിന്തിരുവടിയുടെ മന്ദസ്മിത പ്രൗഢി പോലെ നൈർമല്യം ശോഭിക്കുന്നവരും, ഭഗവാന്റെ തിരുമുടി പോലെ ഭംഗിയുള്ള കലാപം കൊണ്ട് പരിലസിക്കുന്നവരുമായ നഗര സ്ത്രീകൾ അങ്ങയെ കണ്ടു വന്ദിപ്പാനായി വന്നു ചേർന്നു. അപ്പം എന്താ, ഒരു സജ്ജനത്തോട് ചേരുന്നത് പോലെ സാത്വികരായ എല്ലാം കൊണ്ടും ശോഭിക്കുന്ന സ്ത്രീകൾ, അത്രമാത്രം ആനന്ദ ലഹരി. കാരണം അവർ മറ്റൊന്നും ചിന്തയില്ല, അവരും ഭഗവാനും ചേർന്ന് ലയിക്കുന്നത് പോലെ ഇരിക്കും. ഒന്നിനും വ്യത്യാസമില്ല. ഭഗവാൻ എന്താണ് അതുപോലെ അവരുടെ ഉള്ളും അങ്ങനെ തന്നെയാവാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ത്രീകൾ, നഗര സ്ത്രീകൾ. അല്ലാത്തവർ വരത്തില്ല. ഭഗവാനെ അറിയാം, അവരത്രമാത്രം ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്നവരാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോകണം, അമ്പലത്തിൽ പോകണം എന്ന് നമ്മൾ കാത്ത് ഇരിക്കും. എപ്പോഴെങ്കിലും പോകാൻ ഇങ്ങനെ ചിന്തിക്കും. സന്ദർഭം കിട്ടി നമ്മളൊന്ന് പോകുമ്പോൾ എന്തായിരിക്കും, അതുപോലെ കാത്തിരിക്കുന്നവരായിരുന്നു. ഭഗവാനെ കണ്ടപ്പോൾ അവർ അങ്ങനെ നഗര സ്ത്രീകൾ ഭഗവാനെ കണ്ട് വന്ദിപ്പാനായി എല്ലാവരുടെ വന്നു ചേർന്നു. ഇവിടെ ഭഗവാനെ പറ്റി കേട്ടിരുന്ന നഗരസ്ത്രീകൾ ഭഗവാൻ എത്തിയിരിക്കുന്നു. ഇവിടെ ആ സൗഭാഗ്യശാലികൾക്ക് മോക്ഷത്തിൻ്റെ ചതുർവിധ പ്രാപ്തിയും ഒരേ അവസരത്തിൽ പ്രദാനം ചെയ്യുന്നു. എന്നുവെച്ചാൽ ഭഗവാനെ, നാരായണനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും. ഈ സ്ത്രീകൾക്കാണ് ഭക്തി കൂടുതൽ. അതുകൊണ്ട് ഭഗവാനീന്ന് ചിന്തിച്ചിരിക്കുക. നാരായണനെ, പാലാഴിവാസനായ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ഭഗവാൻ ഇവിടെ കൃഷ്ണൻ ചെല്ലുന്നു എന്ന് കേട്ടപ്പോൾ അവരത്രത്തോളം ആർത്തി പൂണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ എത്തിയപ്പോൾ ഇവിടെ ആ സൗഭാഗ്യശാലികൾക്ക് മോക്ഷത്തിൻ്റെ അതാണ് അവർക്ക് എത്തപ്പെട്ട് അവർക്ക് വേണ്ടി ഭഗവാൻ ചെന്ന് നമുക്ക് പറയാം. കംസൻ ആളിനെ വരുത്തിയെങ്കിലും ഈ സ്ത്രീകൾ അത്രമാത്രം ആനന്ദത്തോട് ഭഗവാനെ കാണാൻ ഇങ്ങനെ കൊതിക്കുന്നത് കൊണ്ടാണ് ഈശ്വരൻ അവിടേക്ക് അവരുടെ അടുക്കലേക്ക് തന്നെ നീങ്ങി ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ മോക്ഷത്തിൻ്റെ ചതുർവിധ 4 വിധ പ്രാപ്തിയും ഒരേ അവസരത്തിൽ പ്രദാനം ചെയ്യുന്നു. അതാണ് ഒരു സ്ത്രീക്ക് ഭഗവാൻ 4 വിധ പ്രാപ്തി, ചതുർവിധം 4 വിധം. എന്തൊക്കെയാ? സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്നിവയാണ് 4 തരം മോക്ഷങ്ങൾ. ഇത് 4ഉം കൂടെ ഒത്തു ചേർന്ന്. എന്താ കാരണം? ഭഗവാന്റെ രൂപം ധ്യാനിച്ച് വച്ചിരുന്നത് പോലെയുള്ള ആ രൂപം കണ്ടപ്പോൾ അവർക്ക് എന്ത് കിട്ടി? സാലോക്യം കിട്ടി. കാരണം അവർ അങ്ങനെ ഭഗവാനെ ഒരു ഏകദേശ രൂപം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, കേട്ടറിഞ്ഞ രൂപം.
അവർ കേട്ടിട്ടേ ഉള്ളൂ ഭഗവാൻ ഇങ്ങനെ അവിടെ അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ കേട്ടുകേഴ്വി പോലെ ഭഗവാൻ ഇങ്ങനെയാ അങ്ങനെയാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതവരുടെ മനസ്സിൽ ചിന്തിച്ചിരുന്നു. ആ ഒരു മനസ്സിൽ തന്നെ ഭഗവാനെ പറ്റി ഒരു എങ്ങനെയാ ഈശ്വരൻ കണ്ണൻ ഇരിക്കുന്നത്, ആ ഒരു രൂപം അത് തന്നെ അവർക്ക് സംഭവിച്ചു. ആ രൂപത്തെ ധ്യാനിച്ചിരുന്നു കൊണ്ട് അവർക്ക് ഭഗവാനെ കണ്ടപ്പോൾ ആ രൂപം കണ്ടപ്പോൾ അത് തന്നെ നേരിട്ട് കണ്ടു, അവരുടെ മനസ്സിലിരിപ്പ് പോലെ. അപ്പോൾ അവർക്ക് സാലോക്യം കിട്ടി. അടുത്ത് കണ്ടപ്പോഴോ സാമീപ്യമായി, അടുത്ത് ഭഗവാനെ കിട്ടി. അപ്പം അതേ രൂപം കിട്ടിയപ്പോൾ അവർക്ക് സാലോക്യമായി. അടുത്ത് കണ്ടപ്പോൾ, അടുത്ത് സാമീപ്യം വെച്ചാൽ അടുത്താണ്, ഭഗവാനെ അടുത്ത് കിട്ടി. അപ്പോൾ അവർക്ക് സാമീപ്യവും വന്നു. ആ രൂപസിദ്ധിയിൽ സാരൂപ്യവും പ്രാപിച്ചു. പിന്നെ ദർശനത്തിൽ തന്നെ സായുജ്യമെന്ന് കണ്ടത്. കണ്ടാൽ പിന്നെ സായുജ്യം തന്നെയാ. കണ്ടല്ലോ, നിർവൃതി അടഞ്ഞു. അതാണ് നമുക്കൊക്കെ ഇന്ന് കാണണമെങ്കിൽ അകക്കണ്ണുകൊണ്ട് കാണണം. അതാണ് നമുക്ക് സായുജ്യം. എപ്പോൾ കാണാം പരമാത്മാവിനെ, എപ്പോൾ നമുക്ക് ദർശിക്കാം, അതാണ് സായുജ്യം. അപ്പോൾ അത് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അത് മരിച്ചു ചെല്ലുമ്പോഴല്ല, നമ്മുടെ ശരീരം വെടിയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് സായുജ്യം. അതാണ് ജീവൻ മുക്തനായി നമ്മൾ കഴിഞ്ഞുകൂടും. നമുക്ക് ജീവിച്ചിരിക്കും, പക്ഷേ നമ്മൾ ഇതെല്ലാം അനുഭവിച്ചും കൊണ്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. സായുജ്യം അവർക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ മനസ്സിലാക്കാം. സായുജ്യം ആയി. എപ്പോഴെങ്കിലും ദേഹം പോകുമ്പോഴും അത് സായുജ്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഭക്തനെ തന്നെ അറിയാം സായുജ്യം കിട്ടിയോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് ഇവിടെ ഈ സ്ത്രീകൾക്ക്, ഭക്തി ഉള്ള സ്ത്രീകളായതുകൊണ്ട് എല്ലാ 4 ചതുർവിധ മോക്ഷങ്ങളും അവർ നേടി. സാലോക്യവും സാരൂപ്യവും പിന്നെയോ സാലോക്യവും സാമീപ്യവും പിന്നെ സാരൂപ്യവും സായുജ്യവും, ഇത് 4 അവർക്ക് നേടി. ഇവ ഒന്നിണങ്ങി സായുജ്യം വരിച്ച ആ അങ്കനം, ഇത് 4 കൂടെ ഒന്നായി ഇണങ്ങി. അതായത് 4 കൂടെ അവർ 4 രീതിയിൽ അവർ വിചാരിച്ചിരുന്നത് 4 കൂടെ ഒത്തിണങ്ങി. അപ്പോൾ ഇവ ഒന്നിണങ്ങി എന്തായി മാറി? സായുജ്യം വരിച്ച്. അതിൻ്റെ പേരാണ് സായുജ്യം. ഈ 4 കൂടെ ഒത്തിരിക്കുന്നത് എന്തൊക്കെയാ? ഭഗവാനെ മനസ്സിൽ എങ്ങനെയാ അവിടെ മനസ്സിൽ കണ്ട് ധ്യാനിച്ചിരുന്നത്, അത് സാലോക്യം. അടുത്ത് കണ്ടപ്പോൾ അത് സാമീപ്യം, അടുത്ത് വന്നു. ഈശ്വരൻ കണ്ണൻ അവിടെ അടുത്ത് എത്തി, അപ്പോൾ സാമീപ്യം. അത് ആ യഥാർത്ഥ രൂപം കണ്ടപ്പോഴോ അത് സാലോക്യം. ആ അടുത്ത് കണ്ടപ്പോൾ അപ്പോൾ എന്തൊക്കെ വന്നു? അപ്പോൾ അതിൻ്റെ ആ രൂപസിദ്ധിയിലായപ്പോഴെന്താണ്? സായുജ്യം. ഇതെല്ലാം കൂടെ 4 കൂടെ ഒത്തിണങ്ങിയപ്പോൾ എന്ത് വന്ന്? സായുജ്യം. അതിൻ്റെ പേരാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഈ സായുജ്യം വരിച്ച ആ അങ്കനമാരുടെ, ആ സ്ത്രീകളുടെ അനുരാഗത്തിൻ്റെ ചുവപ്പും സൗന്ദര്യവും തൃഷ്ണ അത്രമാത്രം ആർത്തിയാണ്. നമുക്കിന്ന് ആ ആർത്തി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാണാൻ പറ്റൂ. ഇന്ന് ആർക്കായി ആർത്തി ഉള്ളത്? ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിൽ എന്താ പറയുക? 1000-ൽ 1 ഉള്ളെന്ന്. ഞാനിപ്പോൾ പറയുന്നത് 1000-ൽ 1, ലക്ഷത്തിലെങ്ങാണേ 1, 2 ഞാനും പറയുന്നത്. കാരണം അത്രയ്ക്കുള്ള ആർത്തിയും വെമ്പലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഭഗവാനെ കിട്ടും, കാണാം, നിർവൃതി അടയാം. അപ്പോൾ ആ തൃഷ്ണ, ആ വെപ്രാളം, ആ ആഗ്രഹം, അവരണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം തന്നെ ഇവിടെ നഗരദർശനത്തിനിറങ്ങിയ കൃഷ്ണൻ്റെ ദർശനീയമായ ആകാര സുഷമാ വിലാസം, ഭഗവാന്റെ ഈ സൗന്ദര്യ ശോഭയെല്ലാം കണ്ടവർ അതിൽ തന്നെ അവർ പ്രതിഫലിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അത്രമാത്രം അവർ കോൾമേർ കൊണ്ട് അവരിൽ തന്നെ ഭഗവാൻ അടങ്ങി സായുജ്യമായി. അവർ അങ്ങനെയുള്ള ഭക്ത മക്കളായിരുന്നു ആ സ്ത്രീകളെല്ലാം. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അവരെല്ലാം വന്നു ചേർന്നു. അവർക്കെല്ലാം അവർക്ക് 4 വിധം രീതിയിലുള്ള ചേർന്ന് ഒത്തിണങ്ങിയ ഒരു സായുജ്യം പ്രാപിച്ചു. അതിപരാനന്ദം എന്താ ഉള്ളത്? എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.